ഹായ് ഹലോ, ഇന്നൊരു വെജിറ്റബിൾ മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനായി കുറച്ച് ബീൻസ് എടുത്തു, 2 ക്യാരറ്റ്, 1 ക്യാപ്സിക്കം, അതിൻ്റെ കൂടെ ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഇവയെല്ലാം ഒന്ന് അരിഞ്ഞു വെച്ചു. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, കറിവേപ്പില ഇട്ടൊന്ന് വഴറ്റാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളകും കൂടി ചേർക്കാം. സവാള ഇട്ടു. ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് സ്വല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി അതൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ബീൻസ് അരിഞ്ഞത് ചേർക്കാം. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം. പാതി വേവുന്നത് വരെ വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പാതി വെന്ത് കഴിയുമ്പോൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. അതിലേക്ക് ആവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തു. ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. പാതി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒന്നും കൂടി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ക്യാരറ്റും ബീൻസും വെന്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് എണ്ണ തെളിച്ച് വരണം. ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്തു. അതൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. മസാലയൊക്കെ അതിൽ എല്ലാം പിടിക്കണം. എരിവ് അവരവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇനി അതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർക്കാം. എല്ലാം കൂടി ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒന്നുകൂടി ആ ക്യാപ്സിക്കം ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം. ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ക്യാപ്സിക്കം നേരത്തെ ചേർത്തില്ല. നേരത്തെ ചേർത്താൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ലാസ്റ്റിലാണ് ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ മസാലയാണ്. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഈ വെജിറ്റബിൾ മസാല റെഡിയായി. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും എന്തിൻ്റെയും കൂടെ കഴിക്കാം. ബ്രെഡിൻ്റെയും റോൾസാക്കിയും ഒക്കെ കഴിക്കാം. നല്ലതാണ്.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാവരോടും താങ്ക്സ്. ഇനി മറ്റൊരു വീഡിയോയിൽ കൂടി കാണാം. താങ്ക് യു.